ഇതാണ് ഇടിമൈക്കൽ അങ്ങാടി. പഴയ ഇടിമൈക്കൽ അങ്ങാടിയാണ് ഈ കാണുന്നത്. ഇടിമൈക്കൽ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ ടാറിങ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റ് ചില റോഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പം അടുത്ത് ഓപ്പൺ ആവേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ റോഡിൻ്റെ ഭാഗത്ത് എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഞായറാഴ്ച ആയിട്ട് ഒരു പാലത്തിൻ്റെ ഒരു ജോയിൻ്റ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ജോയിൻ്റ് ഗ്യാപ്പടിക്കും. ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞതാണ്. ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഭാഗത്ത് ഈ ഒരു ജോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ജോയിൻ്റ് ക്ലിയറാക്കിയാണ്. അപ്പോൾ ഈ ഒരു ജോയിൻ്റ് വർക്ക് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഇവിടെ വാഹനങ്ങൾ പോകുമ്പോൾ ഒരു ഹമ്പ് മാതിരി അല്ലെങ്കിൽ ഒരു ഗട്ടർ മാതിരി വാഹനങ്ങൾ ചാടുന്നു. ഇതാണ് ഇടിമൈക്കൽ കഴിഞ്ഞ് കാക്കഞ്ചേരി ചിന്ത്ര ഭാഗത്ത് നടക്കുന്ന ഒരു അണ്ടർപാസ്. ഇവിടെ വർക്ക് ഫുള്ളായിട്ടില്ല. ഈ ഒരു ഭാഗത്താണ് ലേശം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് വർക്കുകൾ നടക്കാനുണ്ട്. നമ്മൾ കണ്ട ഇടിമൈക്കൽ ഭാഗം അത്രയൊന്നും ഈ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ അതിവേഗം ഞായറാഴ്ച ആയിട്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി പാലം. ഈ ഒരു യൂണിവേഴ്സിറ്റി പാലത്തിൻ്റെ മുകളിലായിട്ടാണ് യൂണിവേഴ്സിറ്റി ടൗൺ വരുന്നത്. ക്യാമ്പസ് എല്ലാം വരുന്നത് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇടത് ഭാഗത്തായിട്ടാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരുന്നത്. ഇതിൻ്റെ ഹോസ്റ്റലുകളെല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ് ഉള്ളത്. ഒരു അത്യാവശ്യം ഈ ഒരു സർവീസ് റോഡുകളെല്ലാം നല്ല തിരക്കാണ് അനുഭവിക്കുന്നത്. നല്ലൊരു ടൗണാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ടൗൺ. ഏകദേശം ഭാഗികമായ വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. റോഡിൻ്റെ ടാറിങ് വർക്കുകളെല്ലാം ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ചെട്ടിയാർമാട് ജംഗ്ഷൻ. ആ ഒരു ചെട്ടിയാർമാട് ജംഗ്ഷനിൽ വരുന്ന ഒരു പാലം അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെട്ടിയാർമാട് പാലം കഴിഞ്ഞതിന് ശേഷം ചെട്ടിയാർമാട് നിന്ന് വരുന്നതാണ് ഈ യൂണിവേഴ്സിറ്റി ഭാഗം. അപ്പോൾ ചെട്ടിയാർമാട് ഭാഗം കഴിഞ്ഞിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഭാഗം വരുന്നത്. യൂണിവേഴ്സിറ്റി ഭാഗം ചെട്ടിയാർമാട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ വരുന്നതാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി പാലം. യൂണിവേഴ്സിറ്റി ജംഗ്ഷനിൽ വരുന്ന ഒരു പാലമാണിത്. ഇതാണ് NH66 പാണമ്പ്ര ജംഗ്ഷൻ. പാണമ്പ്ര ജംഗ്ഷൻ കോഹിന്നൂർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് പാണമ്പ്ര. ഈ ഒരു പാണമ്പ്ര ജംഗ്ഷനിൽ ഈ ഒരു പള്ളിയോട് ചേർന്നായിട്ടായിരുന്നു ഒരു വലിയ രീതിയിലുള്ള വലിയൊരു വളവായിരുന്നു. ആ ഒരു ഭാഗത്ത് പല വാഹനങ്ങളും ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു മെയിൻ ഏരിയ ആയിരുന്നു. ആക്സിഡൻറ്റുകൾ അധികം കൂടുതലും നടന്നിരുന്ന ഒരു വലിയ ഡേഞ്ചറസ്
വളവായിരുന്നു ആ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പോൾ വാഹനങ്ങളെല്ലാം സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകൾ ഏകദേശം ഇപ്പോൾ ടാറിങ് ഈ ഒരു ഭാഗത്താണ് നടന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്തേക്കൊന്നും ടാറിങ് നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അടുത്ത ജംഗ്ഷനാണ് ചേളാരി ജംഗ്ഷൻ. ചേളാരി, മേലെ ചേളാരി, അത് കഴിഞ്ഞ് താഴെ ചേളാരി. ഈ ഒരു ഭാഗത്തൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് താഴെച്ചേളാരി NH66 ഒരു ഭാഗം. ഈ ഒരു താഴെച്ചേളാരി കൂട്ടുമൂച്ചി ഭാഗത്തേക്ക് പോകുന്ന ചെട്ടിപ്പടി ചെന്ന് ചാടുന്ന ഒരു റോഡാണ് ഈ ഒരു റോഡ്. ഈ ഒരു റോഡ് വരുന്നത് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഹൈവേയിൽ വലത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാർ ഇപ്പോൾ അവിടെ നിന്ന് വന്നതാണ്. ഇനി ആ ഒരു കാറ് പോയി കയറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കാർ നേരെ പോയിട്ട് അവിടുന്ന് അതിൻ്റെ അണ്ടർ പാസേജ് വരുന്നത്, ആ കാർ ഇടത്തോട്ടേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലത്താണ് അതിൻ്റെ അണ്ടർ പാസേജ് വരുന്നത്. അതാ അവിടെയാണ് ഈ NH66 അണ്ടർ പാസേജ് വരുന്നത്. എന്നാൽ അതിലൂടെ ആ കാറ് കയറി കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ അപ്പുറത്താണെങ്കിലോ റോഡ് പോലും അവിടെ വന്ന് ചേരാത്തൊരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറം. അതിൻ്റെ അണ്ടർ പാസേജിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു റോഡ് പോലും വന്ന് ചേരാത്ത സ്ഥലമാണ് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ അപ്പുറത്തെ സൈഡ്. എന്നാൽ ഇവിടെയാണ് ഒരു മെയിനായിട്ടുള്ള ഒരു റോഡ് വന്ന് ചേരുന്നത് ഈ ഒരു ഭാഗത്താണ്. അല്ലോ ഈ ഒരു റോഡ് കൂട്ടുമൂച്ചിയിലേക്ക് പോകുന്ന റോഡാണ്, ഒരു മെയിൻ റോഡാണ്. അഥവാ അപ്പുറത്ത് പരപ്പനങ്ങാടി റോഡിലേക്ക് ചെന്ന് കയറുന്ന ഒരു റോഡിലേക്ക് പോകുന്ന റോഡാണ് ഈ ഒരു റോഡ്. അപ്പോൾ ഈ ഒരു റോഡ് തിരക്കേറിയ റോഡാണ്. ശരിക്കും ആ ഒരു അണ്ടർ പാസേജ് കുറച്ചുകൂടി ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ ആ ഒരു റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു.